ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഉംറ റിലേറ്റഡ് ആയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഈ ഒരു ഇൻട്രോ വീഡിയോൻ്റെ ശേഷം ഞങ്ങൾ 3 ദിവസത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ 3 ദിവസത്തെ കുറച്ച് ക്ലിപ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറേ യൂസ്ഫുൾ ആവും, കുറേ കാര്യങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു ഇൻട്രോ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ലാസ്റ്റത്തെ 2 വീഡിയോസിലും കുറേ കാര്യങ്ങൾ കമൻസിലൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആൾക്കാർ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം അത് പേഴ്സണലി കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയക്കാമെന്ന് പറയുമ്പം ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ എല്ലാം അറിയാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം 3ാമത്തെ തവണയാണ് നമ്മൾ ഉംറക്ക് പോകുന്നത്. അൽഹംദുലില്ലാ. അതിന് മുമ്പ് വേറൊരു കാര്യം പറയട്ടെ. കുറേ ആൾക്കാർ പറയാറുണ്ട് നമുക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യണം, നമ്മൾക്കും പഠിച്ചോൻ്റെ ഇൻവിറ്റേഷൻ കിട്ടാൻ ദുആ ചെയ്യണം, അങ്ങോട്ട് പോകണമെങ്കിൽ റബ്ബിൻ്റെ ഇൻവിറ്റേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, റബ്ബിൻ്റെ ഇൻവിറ്റേഷൻ വേണം എന്തായാലും, പക്ഷെ അതിനു മുമ്പ് നമ്മൾ തന്നെ വിചാരിക്കണം നമുക്ക് പോകണം, അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യണം. അല്ലാണ്ട് റബ്ബിൻ്റെ ഇൻവിറ്റേഷനായിട്ട് കാത്തുനിന്നാൽ നമ്മൾ പോവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഞങ്ങളിപ്പോൾ 3 പ്രാവശ്യം പോയിട്ടുള്ളത് തന്നെ ഞങ്ങൾ തന്നെ മനസ്സിൽ ഓരോ തവണ വരുമ്പോൾ വിചാരിക്കും അടുത്ത പ്രാവശ്യം ഇന്ന സമയത്ത് പോകണം. നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ വെക്കും. എന്നിട്ട് ലാസ്റ്റ് മൊമെൻറ്റ് റബ്ബിൻ്റെ ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാ തവണയും നമുക്കത് കിട്ടി. അപ്പം എനിക്ക് പറയാനുള്ളത്, പോകാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും റബ്ബ് ഇൻവൈറ്റ് ചെയ്യും എന്ന് വിചാരിച്ച് നിൽക്കാണ്ട് നമ്മൾ തന്നെ ടിക്കറ്റ് കാര്യങ്ങൾ, റൂം കാര്യങ്ങൾ, അല്ലെങ്കിൽ പാക്കേജ് വൈസ് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും പോകാൻ തോന്നുകയാണെങ്കിൽ അത് ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് കൊണ്ടാകുമ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് പ്രാവശ്യത്തെ കുറേ ഡൗട്ട്സും അതുപോലെ ഇത്തവണ നമുക്ക് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞങ്ങൾ പാക്കേജിലാണോ ഒറ്റയ്ക്കാണോ പോയെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. റൂമൊക്കെ നമ്മൾ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 തവണയും നമ്മൾ അത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ പോയി ശീലമുള്ളവർ, അതായത് നമ്മൾ പുറത്ത് അതർ കൺട്രീസിലൊക്കെ അങ്ങനെ പോയിട്ട് റൂമൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ ഒറ്റയ്ക്ക് പോയി ശീലമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉംറക്കും അങ്ങനെ പോവാം, വേറെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അങ്ങനെ പോയി ശീലമില്ലാത്തവർ പാക്കേജിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇതുവരെ അങ്ങനെ പോകാത്തവരൊക്കെ, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ പോകുന്നവർ ഒറ്റയ്ക്ക് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പം അങ്ങനെ അറിയുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു തവണ ഉംറക്ക് പോയി അറിയുന്നവർക്ക് നമ്മൾ പാക്കേജിൽ പോകണമെന്നില്ല, ഒറ്റയ്ക്ക് തന്നെ പോകാം. റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നോക്കി എവിടേക്ക് എന്തൊക്കെയാണെന്നുള്ളത് അറിയുമെങ്കിൽ ഓക്കെ. പിന്നെ ഞാൻ ലാസ്റ്റ് പ്രാവശ്യം ഒരു ബുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഉംറ കർമ്മങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്, ഒരു ഗൈഡൻസ് പോലെയുള്ളൊരു ബുക്ക്. അതിൽ കുറച്ച് പേപ്പർ ക്ലിപ്സൊക്കെ ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം തന്നെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനത് കൊടുക്കാം. കാരണം നമ്മളിപ്പം ഒറ്റയ്ക്ക് പോകുന്നവർക്കാണെങ്കിൽ, ഗ്രൂപ്പിലാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. കാരണം എന്താ പറയുക, ഗ്രൂപ്പിൽ അമീർ ഉണ്ടാവും. അപ്പോൾ അവർക്ക്, മീൻസ് അമീർ എന്ന് പറയുമ്പോൾ അവരാണ് നമുക്ക് ഇതൊക്കെ ഗൈഡൻസ് തരുന്നത്, എന്തൊക്കെ ചൊല്ലണം, എന്തൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യേണ്ടതൊക്കെ. അപ്പം അതാണ് ഗ്രൂപ്പിലും ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള ഡിഫറൻസ്. ഒറ്റയ്ക്ക് പോകുമ്പോഴാണെങ്കിൽ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ തോഫിൻ്റെ സമയത്തൊക്കെ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ചൊല്ലേണ്ട കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ദിക്റുകൾ, ഇനിയിപ്പോൾ ഈവൻ മലയാളത്തിലാണെങ്കിലും നമുക്ക് പറയാം, ദുആ ചെയ്യാം. ഇതൊക്കെ പിന്നെ പോയവർക്ക് അറിയുന്നുണ്ടാവും, പോവാത്തവർക്കാണ് പറഞ്ഞത്. വലിയ കുറേ കാര്യങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് പോകാണ്ടിരിക്കേണ്ട, സിമ്പിളാണ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. എന്തൊക്കെയാണ് ഉംറ സ്റ്റാർട്ട് ടു ഉംറ എൻഡ് ചെയ്യുന്നവരെ, അതായത് ഉംറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഹ്റാം ടു പിന്നെ തോഫ്, സൈ, അത് കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യണവരെ അതുള്ള ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം, എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അത് മതിയാവും. ഞങ്ങളത് നോക്കിയിട്ടാണ് എല്ലാ പ്രാവശ്യവും പോകല്. പിന്നെ അതിൻ്റെ കൂടെ ദിക്റുകൾ, ദുആകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ചൊല്ലി പറയാനുള്ളതൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ഏതോ 1-2 കമൻറ്റ്സ് ഇങ്ങനെ കണ്ടു, എപ്പോഴും നിങ്ങൾ ഈ ഉംറക്ക് പോകുന്നതിന് പകരം പുറത്തുള്ള കൺട്രീസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തുകൂടെ എന്നുള്ള ഒരു കമൻറ്റ്സ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു, എന്തുകൊണ്ട് നിങ്ങൾ പോകാത്തതെന്നൊക്കെ. എന്താ പറയുക, അത് നല്ലൊരു കാര്യമല്ലേ. എന്താണെന്ന് വെച്ചാൽ എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഇക്കാക്കാണെങ്കിലും ഞങ്ങൾക്കൊക്കെ, ഞങ്ങൾ ഫസ്റ്റ് ജോർജിയ പോയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അന്ന് റൂഹിമോളൊന്നുമില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇങ്ങനെ കുറേ യൂറോപ്യൻ ട്രിപ്സൊക്കെ അടിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഉംറക്ക് പോയതിന് ശേഷം, ഇക്കാൻ്റെ അസുഖം വന്നതിന് ശേഷമാണല്ലോ ഉംറക്ക് ഞങ്ങൾ ഫസ്റ്റ് പോയതൊക്കെ.
അപ്പം ഉംറയ്ക്ക് പോയതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് എല്ലാ സമയത്തും എന്താ പറയുക, ഉംറയ്ക്ക് പോയാൽ മതി, കുറച്ച് ലീവ് ഉണ്ടെങ്കിൽ അതിൽ ഉംറയ്ക്ക് പോവാം എന്നാണ് ഞങ്ങളും മക്കളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത്. അത് നല്ല കാര്യമല്ലേ. നമുക്ക് ഒരു തവണ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും അവിടെ തന്നെ പോകാനാണ് തോന്നുക. അത് പോയവർക്ക് അത് ആ ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ. പുറത്ത് കൺട്രീസിൽ പോകണ്ടെന്നല്ല, പക്ഷെ ഞങ്ങളിങ്ങനെ വിചാരിക്കും പുറത്ത് കൺട്രീസിൽ പോയിട്ട് ഇപ്പോൾ എന്താ, അവിടെ സ്ഥലങ്ങൾ കാണും, അവിടുത്തെ ഫുഡും കാണും, അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഉംറയ്ക്ക് പോവുകയാണെങ്കിൽ അതൊരു വേറൊരു വൈബാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ അതിന് ഉള്ള ആൻസർ കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ മാക്സിമം ഇനിയും ഞങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഉംറയ്ക്ക് തന്നെ പോകാൻ നോക്കുകയുള്ളൂ ഇൻഷാ അല്ലാ. പിന്നെ ഇത്തവണ ഞങ്ങൾ നേരെ മക്കത്തേക്കാണ് പോയത് കേട്ടോ. അതായത് സാധാരണ മക്കത്തേക്ക് മീൻസ് ഞങ്ങൾ ജിദ്ദ എയർപോർട്ടിലോട്ടാണ് പോയത്. സാധാരണ ഞങ്ങൾ ഫസ്റ്റത്തേൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മദീനത്ത് പോയി, മദീനത്ത് നിന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്, മക്കത്ത് നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മദീനയാണ് കുറച്ചുകൂടെ ഇഷ്ടം എന്നൊക്കെ ഞാൻ അന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ നേരെ നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ വന്ന് അവിടുന്ന് നമ്മൾ മക്കത്തേക്ക് ടാക്സിയിൽ വന്നു. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് മക്കത്തോട്ടൊരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അപ്പം ഇത്തവണയാണ് ശരിക്കും ഞങ്ങൾക്ക് മക്കത്ത് ഒന്നുകൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പം ആദ്യത്തെ 2 പ്രാവശ്യം ഞങ്ങൾ കുറച്ച് ദൂരമായിരുന്നു റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ദൂരം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ബസ്സിൽ വരണം അല്ലെങ്കിൽ ടാക്സിക്ക് വരണം. അപ്പം ഹറമിൻ്റെ തൊട്ടടുത്തല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നിസ്കരിക്കാൻ വരാൻ പറ്റില്ല, പിന്നെ ഭയങ്കര തിക്കും തിരക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്തവണ നമ്മൾ എടുത്ത റൂമൊക്കെ നല്ല അടിപൊളി റൂമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര നല്ലൊരു വൈബാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത് എന്താ പറയുക, പൈസ ഉള്ളവരുടെ കാര്യം പൈസ ഇല്ലാത്തവരുടെ കാര്യം അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഏതായാലും ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ എടുക്കുമ്പോൾ നല്ല റൂം തന്നെ എടുക്കുക. അതിന് പൈസ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇൻഷാ അല്ലാ പടച്ചോൻ അതിനെ ഇരട്ടി തരും ഇൻഷാ അല്ലാ, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഇത്തവണ റൂം തൊട്ടടുത്തെടുത്തതുകൊണ്ട് തന്നെ ഓരോ വക്തിനും നിസ്കരിക്കാൻ പോകാൻ പറ്റി. അറിയാലോ, ഓരോ വക്തും അവിടെ നിസ്കരിക്കുമ്പോൾ 1,00,000-ത്തിലധികം കൂലിയാണ് കിട്ടുന്നത് ഓരോ വക്തിനും. അല്ല, 1,00,000 എത്രയോ നിസ്കരിച്ചത് പോലെയാണ്. അതിപ്പോൾ ഞാൻ കറക്റ്റ് പറയുന്നില്ല, ഇനിയിപ്പോൾ തെറ്റാണെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും. അപ്പോൾ മാക്സിമം അടുത്തന്നെ നോക്കാം. എല്ലാവർക്കും അടുത്ത് കിട്ടാൻ പറ്റണം എന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ പോകുന്നവരുണ്ടാവില്ലേ, അപ്പോൾ അവർ ജസ്റ്റ് നിങ്ങൾ ചോദിച്ചറിയാം കേട്ടോ തൊട്ടടുത്ത് തന്നെയാണോ. പിന്നെ ചിലരൊക്കെ നമ്മൾ പോയപ്പോൾ കണ്ടിട്ടുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ എന്താ പറയുക ഗ്രൂപ്പിൽ വന്നതാണ്. കുറേ മീൻസ് ദൂരെ നിന്ന് നടന്ന് അവരെന്നെ പറയുന്നുണ്ട് അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് റൂമിലോട്ടെന്നൊക്കെ. അപ്പോൾ അങ്ങനെ മാക്സിമം ചോദിച്ചറിയാം. നമ്മൾ എന്താ പറയുക, ചോദിക്കാണ്ടിരിക്കരുത്. ഹറമിൻ്റെ തൊട്ടടുത്താണോ, എത്ര കിലോമീറ്റർ അകത്താണ്, അടുത്തന്നെ എല്ലാവർക്കും കിട്ടണം എന്നില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, അടുത്തന്നെ എല്ലാവർക്കും കിട്ടണം എന്നില്ല. കാരണം അടുത്തുള്ളതൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. ചിലപ്പോൾ റൂമൊന്നും ഗ്രൂപ്പിലൊന്നും ചിലർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. കിട്ടണം എന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ ചോദിച്ചറിയാം. കുറേ ദൂരത്തൊക്കെ ആകുമ്പോൾ പ്രായമായവർക്കൊക്കെ തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഹറമിൽ വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികളായിട്ട് വരുന്നതൊക്കെ ഭയങ്കര സിമ്പിൾ തന്നെയാണ്. നമ്മൾ ഒരു തവണ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വീണ്ടും വിടും. ഇപ്പോൾ ഞാനിപ്പോൾ എത്ര വർഷം റൂയിമോളായിട്ട് പോയി, റൂയിമോളും ഇപ്പോൾ അവിടെ എന്താ പറയുക, അവൾക്ക് മനസ്സിലാവുന്നുണ്ട് സ്ഥലങ്ങൾ. നമ്മൾ നിസ്കരിക്കുന്ന സമയമാകുമ്പോൾ അവളും ഒറ്റയ്ക്ക് ഇരിക്കുകയൊക്കെ ചെയ്യും, അതൊന്നും കുഴപ്പമില്ല. കുട്ടികൾക്ക് ചെറിയതായിട്ട് സ്നാക്ക്, അതായത് ബിസ്ക്കറ്റ് എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഹറമിലോട്ട് പോകുമ്പോൾ പാക്ക് ചെയ്തിട്ട് ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോകാം. അപ്പോൾ പിന്നെ അവർക്ക് അവിടെ നിന്ന് അത് കൊടുത്താൽ മതിയാവും. പിന്നെ വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ ബോട്ടിലൊക്കെ ബാഗിൽ വെച്ച് കൊണ്ടുപോകാം. അവരവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കട്ടെ, അന്നേരം കൊണ്ട് നമുക്ക് നിസ്കരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് booking.com അതുപോലെ അഗോഡ ആപ്പ് ത്രൂ ഒക്കെയാണ്. അപ്പോൾ അത് ത്രൂ റൂം ബുക്ക് ചെയ്യുക. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കുക, കാര്യങ്ങൾക്ക് ഉംറ വിസ ആണെങ്കിൽ ഉംറ വിസ എടുക്കുക, അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ ആണെങ്കിൽ ടൂറിസ്റ്റ് വിസ എടുക്കുക. അത്ര തന്നെ ഉള്ളൂ. പിന്നെ ബാക്കി നമുക്ക് ഈ എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊക്കെ അല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ പിന്നെ അവിടെ എല്ലാ തരം ഫുഡും അവൈലബിൾ ആണ്. നമ്മൾ നാടൻ ഫുഡ് കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട, അത് കിട്ടും. പലരും കമൻസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്താ ഗ്രൂപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നാടൻ ഫുഡ് കിട്ടും, അവിടെ നിങ്ങൾക്കും കിട്ടും എന്നൊക്കെ. അത് കൂടുതലും അവിടെ വരുന്നത് മലയാളീസ് അല്ല, അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. നമ്മൾ വിചാരിക്കും ഒരുപാട് മലയാളീസ് വരുന്നുണ്ട്, പക്ഷെ അവിടെ കണ്ട ഞാൻ ഇത്തവണ പോയപ്പോൾ 1-2 പേരൊക്കെ കണ്ടിട്ടുള്ളൂ മലയാളികളായിട്ട്. പിന്നെ വേറെ ഒന്നും പല നാട്ടുകാരുമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കേരള റെസ്റ്റോറൻറ്റ് അവിടെ വളരെ കുറവാണ്. കേരള ടൈപ്പ് ഫുഡുകൾ വളരെ കുറവാണ്. വളരെ കുറവെന്നല്ല, നമ്മൾ കാണുന്ന സ്ഥലത്തൊന്നും ഇല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് മലയാളി ഫുഡ് കിട്ടണമെന്ന് വിചാരിക്കേണ്ട, കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അത് എനിക്കറിയാഞ്ഞിട്ടാവാം, എന്നാലും കാണുന്നിടത്തൊന്നുമില്ല. ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നവർക്കൊക്കെ അത് തപ്പിപ്പിടിച്ച് നടക്കാനൊന്നും പറ്റില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് അത് വിചാരിക്കേണ്ട, നമ്മളുള്ള ഫുഡ് കഴിക്കേണ്ടി വരും, അവിടെയുള്ള ഫുഡുകൾ കഴിക്കേണ്ടി വരും. പിന്നെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇപ്പം ഹജ്ജിൻ്റെ സീസണാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകുന്നവരുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അതായത് എന്തൊക്കെ കൊണ്ടുപോകണം, നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളത് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഔറത്തിൽ കാല് പെടൂലേ എന്നാണ് എനിക്കൊരു ഡൗട്ട്. കാരണം പലരും കാല് മറയ്ക്കാണ്ടാണ് നടക്കുന്നത്. കാല് നമ്മൾ സോക്സ് ഇടണം. ഇനിയിപ്പം അല്ലാത്ത സമയത്തും, ഉംറ ചെയ്യുന്ന മാത്രമല്ല, അല്ലാത്ത സമയത്തും പലരും മുഖമൊക്കെ മറയ്ക്കാറുണ്ട്. മുഖം മറയ്ക്കുന്നതിൽ ഇപ്പം പല ഇതുണ്ട്, ക്ലാരിഫിക്കേഷൻ വരാറുണ്ട്. മുഖം മറയ്ക്കുന്നത് മറ്റേ കമ്പൽസറി ആണെന്നുണ്ട്, അല്ലാതെ ഉണ്ട്. അപ്പം അത് ഇതുവരെ ക്ലാരിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, അതിലിപ്പോഴും ഡൗട്ടുണ്ട്. ബാക്കി എല്ലാതും മറക്കണം, അതായത് മുഖവും മുൻകഴിയും ഒഴിച്ച് ബാക്കി എല്ലാതും മറക്കണം എന്നാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ഞാൻ തർക്കത്തിന് നിൽക്കുന്നില്ല. മുഖം മറക്കേണ്ടവർക്ക് മറക്കാം. പക്ഷേ നമ്മൾ ഉംറക്ക് പോകുന്ന അതിൽ വളരെ 1-2 പേര്, അല്ലെങ്കിൽ ഒരു 10 പേരൊക്കെ ഉണ്ടാവുള്ളൂ മുഖം മറച്ചത്. ബാക്കി എല്ലാവരും മുഖം കാണിച്ചിട്ട് നടക്കുന്ന അവിടെ. ഓക്കെ, അപ്പോൾ പറയും ഇനിയിപ്പം ഉംറ ചെയ്യുന്ന സമയത്ത് മുഖം മറക്കേണ്ട അങ്ങനെയൊക്കെ. പക്ഷേ ഇതാണ് എന്താ പറയുക, മുഖം മറയ്ക്കുന്നതിൽ ഇപ്പോഴും കുറേ ക്ലാരിഫിക്കേഷൻസ് വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നിർബന്ധമില്ല. പക്ഷെ നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യമുണ്ട്, കാല് മറയ്ക്കൽ. പക്ഷെ പലരും ഉംറക്ക് പോകുമ്പോഴൊന്നല്ല, ഞാൻ പല വീഡിയോസിലും പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പല ആൾക്കാരും മുഖം മറച്ചിട്ടുണ്ടാവും, പക്ഷേ കാല് കാണുന്നുണ്ടാവും. അപ്പം ചിലപ്പം അറിയാഞ്ഞിട്ടാവും. നമ്മൾ മാക്സിമം കവേർഡായിട്ട് ചെയ്യുക. അപ്പം ഇനിയിപ്പം നിങ്ങൾ ഉംറക്ക് ഹജ്ജിനൊക്കെ പോകുന്നവർ സോക്സ് എടുക്കുക കേട്ടോ. ഇറക്കമില്ലാത്ത അബായ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് സോക്സ് ഇടാം. സോക്സ് ഇടുമ്പോൾ കാല് മാറുകയും ചെയ്യും. ഇറക്കമുള്ളതാകുമ്പോൾ നമുക്ക് അടിയിൽ പൊടി തട്ടി അല്ലെങ്കിൽ ചളിയായി എന്നുള്ള പ്രശ്നമൊക്കെ വരില്ലേ. അപ്പോൾ അതുകൊണ്ട് സോക്സ് ഇട്ടിട്ട് ഇറക്കമില്ലാത്ത അബായ ഇടാം. അപ്പോൾ സോക്സ് ഇടാൻ മാക്സിമം നോക്കുക. കാല് പലരും മറക്കുന്നതാണോ എനിക്കറിയില്ല. എന്നാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരാൾക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ മാക്സിമം ഔറത്ത് മറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കാലും മറയ്ക്കാൻ നോക്കാം കേട്ടോ. ഈ ഉംറക്ക് പോകുന്നവരും ഹജ്ജിന് പോകുന്നവരൊക്കെ എപ്പോഴും പറയും, പോയി വന്നാൽ ഒരു അസുഖം, അതെന്തായാലും സുന്നത്താണ് എന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ആ അസുഖം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ആയിക്കൂടെ. അതായത് നമ്മൾ മാസ്ക് ഇടാണ്ട് പോവാണ്ടിരിക്കുക. കാരണം ഒരുപാട് അസുഖങ്ങളോട് വരുന്ന പലരും ഉണ്ടാവും. ഉംറ എന്ന് വെച്ചിട്ട് മുടക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ പല പല കൺട്രീസിൽ നിന്ന് വരുന്നതാണ്, ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് പ്രായമായവർ പ്രത്യേകിച്ച് മാസ്ക് ഇടുക. ഹറമിൻ്റെ അകത്ത് പോവുകയാണെങ്കിൽ മാസ്ക് ഇട്ടിട്ടേ പോകാവൂ. അതുപോലെ തന്നെ സൺഗ്ലാസ് അത് നിർബന്ധമായിട്ടും യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ പ്രായമായവരാണെങ്കിലും എന്താ പറയുക, ചെറുപ്പക്കാരാണെങ്കിലും സൺഗ്ലാസ് യൂസ് ചെയ്യുക. നല്ല വെയിലാണ്, കണ്ണിൽ വെയിൽ തട്ടിയാൽ തലവേദന ആവും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സൺഗ്ലാസ് മാക്സിമം എന്താ പറയുക, പറ്റുന്നവർ യൂസ് ചെയ്യുക. പറ്റുന്നവരെന്നല്ല, എല്ലാവരും യൂസ് ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖങ്ങളാണ്. അപ്പോൾ മൈഗ്രെയിൻ ഉള്ളവർക്ക് ഞാൻ പൊതുവേ സൺഗ്ലാസ് യൂസ് ചെയ്യാണ്ട് പുറത്തേക്ക് രാവിലെ 8 മണിക്ക് ശേഷം പിന്നെ ഞാൻ സൺഗ്ലാസ് യൂസ് ചെയ്യാണ്ട് ഇറങ്ങാറില്ല. കണ്ണിന് വെയിൽ തട്ടിയാൽ അപ്പോൾ എനിക്ക് തലവേദന ആവും. അപ്പം എൻ്റെത് പവറുള്ള സൺഗ്ലാസ്സാണ്. അപ്പോൾ പവർ യൂസ് ചെയ്യുന്നവർക്ക് പവറുള്ള സൺഗ്ലാസ് തന്നെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ കണ്ണിന് സ്ട്രെയിൻ കൊടുത്തിട്ട് വേറെ തലവേദന വരും. അപ്പോൾ എനിക്ക് തലവേദനയെ വന്നിട്ടുണ്ടായിരുന്നില്ല സൺഗ്ലാസ് യൂസ് ചെയ്യുമ്പോൾ. അപ്പം അത് സൺഗ്ലാസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് തലവേദന വന്നാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ പോകുന്നതിന് വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് സൺഗ്ലാസ് യൂസ് ചെയ്യാൻ നിർബന്ധമായിട്ടും, അല്ലെങ്കിൽ തൊപ്പി, കൊട ഇതൊക്കെ കൊണ്ടുപോകാം. അതൊക്കെ മസ്റ്റാണ് വെയിലത്ത്. പ്രത്യേകിച്ച് ഇനി ഹജ്ജിൻ്റെ സീസണാണ്, വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും യൂസ് ചെയ്യാം. എല്ലാവരും ഗ്രൂപ്പിലൊക്കെ പോകുന്നവർക്ക് എന്തായാലും അറിയുന്നുണ്ടാവും അതൊക്കെ. പിന്നെ എന്താ പറയുക, മോയ്സ്ചറൈസിങ് ക്രീം നന്നായിട്ട് വിണ്ട് പൊട്ടും, മുഖമൊക്കെ എന്തായാലും ഡ്രൈ ആവും. അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീൻ, ലോഷന് അത് യൂസ് ചെയ്യുന്നവർ എന്തായാലും കൊണ്ടുപോകാം. അല്ലാത്തവർ ഞാൻ പറയുന്നില്ല. മോയ്സ്ചറൈസിങ് ലോഷൻ എന്തായാലും വേണം കേട്ടോ. മോയ്സ്ചറൈസർ കയ്യിലും മുഖത്തൊക്കെ തേക്കാൻ. ഇനി കാല് വിണ്ട് പൊട്ടുന്നതിൽ വാസ്ലിന്, വിക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടാവും, എല്ലാവരും കൊണ്ടുപോകുന്നുണ്ടാവും. പക്ഷെ മറക്കാണ്ടിരിക്കുക, നിർബന്ധമായിട്ട് കൊണ്ടുപോകേണ്ടി വരും. പിന്നെ ഷൂസ്, ലൈറ്റ് വെയ്റ്റ് ഷൂസ് ഉണ്ടല്ലോ, അതിന് യൂസ് ചെയ്യുക. ചെരുപ്പിട്ടിട്ട് നടക്കണ്ട. ചെരുപ്പിട്ട് നടന്നാൽ കാല് പൊട്ടുന്നുള്ളത് ഉറപ്പാണ്. ഷൂസ് യൂസ് ചെയ്യുക. ലേഡീസ് ഷൂസ് യൂസ് ചെയ്യുക. ജെൻസിന് പിന്നെ തോഫിൻ്റെ സമയത്തൊന്നും പറ്റില്ല. അപ്പം ലേഡീസിൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. പിന്നെ സ്കെച്ചസ് പോലത്തെ ഷൂസ് ഇട്ടോ. പിന്നെ ബാക്ക് പാക്ക്, ആ ജിമ്മിൻ്റെ ബാക്ക് പാക്കിൽ ഞങ്ങളെ വീഡിയോസിൽ കാണാൻ പറ്റും, നീല, കറുപ്പ്, റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാക്ക് പാക്ക് ഉണ്ടല്ലോ. അതിൻ്റെ അകത്തൊരു
എന്താ പറയുക വേസ്റ്റ് ഗാർബേജ് ബാഗ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും കവർ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് നമ്മളെ ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഹറമിൻ്റെ അകത്ത് കയറുമ്പോൾ ചെരുപ്പ് ഇടാൻ പറ്റില്ലല്ലോ. അപ്പം ആ ബാഗിൻ്റെ അകത്താണ്, ആ കവറിൻ്റെ അകത്ത് ചെരുപ്പ് ഇട്ടിട്ട് ബാഗ് കവർ ചെയ്യുക. അതിനുള്ളിൽ നമുക്ക് മൊബൈലൊക്കെ വെക്കാം. മൊബൈലെല്ലാം കൂടി ചെരുപ്പെല്ലാം കൂടി ഒരുമിച്ച് വെക്കേണ്ട വിചാരിച്ചിട്ടാണ് ചെരുപ്പിന് വേറെ കവർ യൂസ് ചെയ്യാൻ പറഞ്ഞത്. ആ ബാഗിനകത്ത് കവർ വെക്കാം. അങ്ങനെ അതുപോലെ തന്നെ പ്രെയർ മാറ്റ്, ഈ പോക്കറ്റ് ഫ്രണ്ട്ലി പ്രെയർ മാറ്റ് ഉണ്ടാവും. അതായത് ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് നമുക്ക് പോക്കറ്റിൽ വരെ വെക്കാൻ പറ്റുന്ന. നമ്മൾ സാധാ നിസ്കാരപ്പടം കൊണ്ടുപോകാണ്ടിരിക്കാൻ നല്ലത്, ഹെവി അല്ലേ. അപ്പം പ്രെയർ മാറ്റ് ഇങ്ങനെ അത് നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്, കഴുകാനും എളുപ്പമാണ്. അതുപോലെ എൻ്റെ വീഡിയോസിൽ കാണാൻ പറ്റും. അപ്പോൾ അത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് വിരിച്ചിടാം. എല്ലാം ആ കവറിൻ്റെ അകത്ത് വെക്കാൻ പറ്റും നമുക്ക് കേട്ടോ. അപ്പോൾ പ്രെയർ മാറ്റ്, എന്താ പറയുക, ജിം ബാഗ്, ഇതൊക്കെ പറഞ്ഞല്ലോ. പിന്നെ വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ, സംസം വെള്ളം നമുക്ക് അവിടെ നിന്ന് ഇറക്കാം. പക്ഷേ എന്നാലും ഒരു ബോട്ടിൽ കയ്യിൽ വെച്ചോളൂ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് കയ്യിൽ കുടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഹജ്ജിന് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ല ചൂടാവും പക്ഷേ ഈർപ്പം വളരെ കുറവാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരെ പോയിട്ട് അവിടുന്ന് സംസം വെള്ളം തണുപ്പുള്ളത് കുടിക്കരുത്. നമുക്ക് തണുപ്പുള്ളത് കുടിക്കാനായിരിക്കും തോന്നുക, പക്ഷേ തണുപ്പുള്ളത് കുടിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് തൊണ്ടവേദന വരും, ഉറപ്പാണ്. അപ്പോൾ അവിടെ നോട്ട് കോൾഡ്, അതായത് ഒരു 5 സംസം വെള്ളം വെക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ നോട്ട് കോൾഡ്. അപ്പം ആ നോട്ട് കോൾഡ് കുടിക്കുക. അത് തണുപ്പുണ്ടാവില്ല, നോർമൽ വാട്ടർ ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ആൻറ്റിബയോട്ടിക് ഇതിനുള്ള ത്രോട്ട് പെയിനിൽ, പിന്നെ പാനഡോള്, ജലദോഷത്തിനുള്ള മരുന്ന്, ഇതൊക്കെ ഒരു സേഫ്റ്റിക്ക് കൊണ്ടുവന്ന ബെസ്റ്റാണ്. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങളുടെ യാത്രാ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞങ്ങളുടെ ഉംറ കഴിഞ്ഞ ശേഷമായിട്ടോ. അതായത് ഞങ്ങൾ രാവിലെയാണ്, തലേ ദിവസം രാത്രി അവിടുന്ന് നമ്മൾ UAE കയറിയിട്ട് ഇവിടെ പിറ്റേ ദിവസം മോർണിംഗാണ്, നമ്മൾ പുലർച്ചെയായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഏർലി മോർണിംഗ് ആണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്, ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഒരു 1.5 hours ട്രാവൽ ഉണ്ട് മക്കത്തേക്ക്. അപ്പം അവിടേക്ക് നമ്മൾ ടാക്സിക്കാണ് വന്നത്. നേരെ നമ്മൾ റൂം നമ്മൾ ചെക്ക് ഇൻ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവിടെ ബാഗേജ് അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ഹറമിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങളുടെ തവാഫും സയ്യും എല്ലാതും ഉംറയൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും ഞങ്ങൾ റൂം ചെക്ക് ഇൻ ആവുന്നത്. അപ്പോൾ ആ കറക്റ്റ് സമയത്തേക്ക് പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ചെക്കിൻ്റെ ആ സമയത്തേക്ക് നമുക്ക് അവിടെ എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ചെയ്തത്. ഇങ്ങനെ ഒരു പ്ലാനിങ് വച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് സമയം മിസ്സാവില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഹറമിൻ്റെ ഈ ഒരു ഭാഗം, പള്ളിയുടെ ഒരു ഭാഗമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ 3ാമത്തെ തവണയാണ് ഉംറയ്ക്ക് നമ്മൾ വരുന്നത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്താ പറയുക, നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്ര വന്നാലും നമുക്ക് മടുക്കാത്തൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഉംറ കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം തലേ ദിവസം നമ്മൾ അവിടെ ഫ്ലൈറ്റിൽ കയറാൻ നേരത്തെ നമ്മൾ ഫുഡ് കഴിച്ചാണല്ലോ. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ ഉംറ കഴിഞ്ഞ ശേഷം ആണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പത്തെ പ്രാവശ്യത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. അതായത് ചില സ്ഥലത്ത് നാടൻ ഫുഡുകളൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അത് കോമൺ ആയിട്ട് നമുക്ക് കാണില്ല. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഇങ്ങനെ എന്താ പറയുക, രാവിലെ തന്നെ റൈസൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതൊരു റൊട്ടിയും പിന്നെ വെജിറ്റബിൾ കറിയും ചിക്കൻ കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ റൂമിലോട്ട് പോവാണ്. ഇത്തവണ ഞങ്ങൾ റൂം എടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു അധികം തിരക്കില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ വക്തിലും നിസ്കരിക്കാൻ വരാനും സിമ്പിളാണ്. എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലത്താണ്. അതായത് പള്ളിയുടെ വേറൊരു വശമാണ് നമ്മൾ നേരെ കാണുന്നത്. നമ്മളെപ്പോഴും ഈ ബസ്സിലൊക്കെ വരുന്നത് അജീദ് സ്ട്രീറ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അജീദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഫസ്റ്റത്തെ 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും തിരക്കായിരിക്കും. നമ്മൾ നിസ്കരിക്കാൻ നമുക്ക് സ്പേസ് ഒന്നും കിട്ടില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് പള്ളീൻ്റെ അകത്ത് തന്നെ കയറി നിസ്കരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ, നമ്മുടെ റൂമുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ജബൽ ഒമർ കേട്ടോ. ആ ഒരു ഭാഗത്താണ് ഞങ്ങളുടെ റൂമുള്ളത്. ഹിൽട്ടണിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ പോയി വന്ന ശേഷം. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് റൂമിലാണ്. ഞങ്ങൾ റൂമിൽ നോക്കുമ്പോൾ നമ്മൾ
ഹറം കാണുന്നുണ്ട്. പിന്നെ ഇത്തവണ ഞങ്ങൾ എന്താ പറയുക, ഹറമിൻ്റെ തൊട്ടടുത്ത് തന്നെ എടുത്തതാണ്. കാരണം നമ്മൾ ഈ മക്കത്തേക്ക് വരുന്നത്, ആക്ച്വലി വരുന്നത് നമ്മൾ എല്ലാ കർമ്മങ്ങളും നല്ല വൃത്തിയായിട്ട് ചെയ്യാനും പിന്നെ ഓരോ വക്ത് നമുക്ക് പള്ളിയിൽ നിന്ന് നിസ്കരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം കഴിഞ്ഞ തവണ ഒന്നും നമുക്ക് പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ എല്ലാ വക്തിലും നമുക്ക് പള്ളിയിൽ നിന്ന് നിസ്കരിക്കണം എന്നുള്ള രീതിയിൽ, അത് ഹറമിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുത്തത്. അപ്പോൾ അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താ പറയുക, ഓരോ നിസ്കാരവും 1,00,000-ലധികം കൂലി തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഹറമിൽ നിസ്കരിക്കുമ്പോൾ സാധാ നിസ്കാരത്തിലും 1,00,000-ലധികം കൂലിയുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ഓരോ വക്തിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം എന്താ പറയുക, നമ്മൾ ലാസ്റ്റ് പ്രാവശ്യമൊക്കെ നമുക്ക് ഒരുപാട് മിസ്സായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ വക്തിയിലൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുട്ടികളെ കൊണ്ടൊക്കെ. അപ്പോൾ ഇതിപ്പോൾ കുട്ടികളൊക്കെ റൂമിലാക്കിയിട്ട് എനിക്കോ ഇക്കാക്കെങ്കിലും വരാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ റൂം ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പം ചെക്കിൻ്റെ സമയം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു. ഞങ്ങളുടെ തവാഫും സയ്യും, അതായത് ഉംറ കർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് റൂം കിട്ടിയാൽ മതി എന്ന് തന്നെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരത്തെ കഴിഞ്ഞു. ഞങ്ങൾ ഏർലി മോർണിംഗ് ആണ് ഉംറ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 8 മണിക്കാണ് നമ്മൾ തവാഫ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ചൂടുള്ള സമയം ആയിരുന്നു നമ്മൾ തവാഫിൻ്റെ സമയം. പക്ഷേ അൽഹംദുലില്ലാ ആ ഒരു സമയത്ത് തന്നെ എന്താ പറയുക, മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉള്ള പോലെയായിരുന്നു, മൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു തണലും കൂടി കിട്ടി, അൽഹംദുലില്ലാ. പിന്നെ ഇത് ഈ ഹിൽട്ടണിലെ പള്ളിയാണ് കേട്ടോ. അതായത് ഈ പള്ളിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഹറം കാണാൻ പറ്റുന്നുണ്ട്. കൂടാണ്ട് ഈ പള്ളിയിൽ നമുക്ക് ഹറമിലെ ഇമാമിൻ്റെ കൂടെ തന്നെ നിസ്കരിക്കാനും പറ്റും. കാരണം ഇത് ആ ഒരു ഇതിൽ വരുന്ന ഹറമിൻ്റെ പരിസരത്ത് വരുന്നിട്ടുള്ള ഇതായതുകൊണ്ട്, അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട്, മീൻസ് ഹോട്ടലായതുകൊണ്ട്. പിന്നെ അവിടുത്തെ സ്പീക്കർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്പീക്കറിൽ തന്നെ നമുക്ക് മീൻസ് ആ ഒരു വോയിസിൽ തന്നെ നമുക്ക് കൂടെ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളെപ്പോഴും പള്ളി പോകുന്നതുകൊണ്ട് തന്നെ അത് കിട്ടുന്നില്ല. പിന്നെ ഉമ്മ, പിന്നെ റോസു, റീനു ചില സമയത്തൊക്കെ, ഉമ്മക്ക് കൂടുതലും ഇവിടെ നിന്ന് തന്നെ നിസ്കരിച്ചത് കേട്ടോ. കാരണം ഉമ്മക്ക് ഉംറ കഴിഞ്ഞപ്പോൾ ഒട്ടും വയ്യാണ്ടായി, നടക്കാനൊന്നും പറ്റാണ്ടായി. പിന്നെ പള്ളിയിൽ കയറിയിട്ടില്ല, അതായത് ഹറമിൽ കയറിയിട്ടില്ല. അങ്ങനെ ഞങ്ങളെ ചെക്കിനായി. കുറച്ച് നേരം ഞങ്ങൾ പള്ളിയിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതായത് ലേഡീസിൻ്റെയും ഉണ്ട്, ജെൻസിൻ്റെ ഉണ്ട്. കൂടുതൽ ആൾക്കാരും പുറത്താണ്, മീൻസ് ഹറമിലാണ് നിസ്കരിക്കാൻ പോകുന്നത്. അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല പള്ളിയിൽ. ഞങ്ങൾ കുറച്ച് നേരം പള്ളിയിലൊക്കെ ഇരുന്നു. കാരണം ഉറക്കക്ഷീണം നല്ലോണം ഉണ്ട്. റൂയി കണ്ടില്ല, നല്ലോണം ഉറങ്ങുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. 2 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു ഇവിടുത്തെ ഹറമിലോട്ട്. എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ബാൽക്കണി ഇല്ല, ആ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നു. നല്ലൊരു വൈബായിരുന്നു ഇതിനകത്ത്. അതാ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ അതെന്നെ പറയുന്നത്. നല്ല ഒരു ആംബിയൻസ് അവിടെ കേട്ടോ. നമ്മളുള്ളത് 23-ാമത്തെ ഫ്ലോറിലാട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈറ്റ്, ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആയിരുന്നു. ഇപ്പോഴും ഇതിൻ്റെ മുകളിൽ, നമ്മളെ ഹറമിൻ്റെ മുകളിൽ വീണ്ടും പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താ പറയുക, കണ്ടിട്ട് അവിടെ ഇങ്ങനെ പണി നടക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അകത്തുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, റൂംസൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്നും ഞാൻ കൊടുക്കണോ വേണോ എന്നുള്ള രീതിയിലാണ് നിന്നത്. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലെ വരുന്നവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്നുള്ളതാണ്. അപ്പം കാണുന്നവർ പലരും വിചാരിക്കുമായിരിക്കും, പക്ഷെ എൻ്റെ ഉദ്ദേശം നന്നായാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ 2 റൂംസ് എടുത്തത്. പിന്നെ ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് നമ്മൾ പറ്റുന്നവർ ചെയ്യാമെന്നുള്ളൂ കേട്ടോ, എല്ലാവരും ചെയ്യണം എന്നല്ല. കുഴപ്പമില്ലാതെ എന്താ പറയുക, ഇതിനുള്ള ഒരു നിങ്ങളുടെ അടുത്ത് സമ്പാദ്യം ഉണ്ടെങ്കിൽ, നമ്മൾ ഇതിലും വലുത് വേറെ ഒന്നുമില്ലല്ലോ. നമുക്ക് തൊട്ടടുത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം കിട്ടുമെങ്കിൽ അതിന് വലുത് വേറെന്താ. അപ്പം അതിന് പൈസ ചിലവാക്കുന്നതിൽ പിശുക്ക് കാണിക്കാണ്ടിരിക്കുക, പറ്റുന്നവർ കേട്ടോ. ഇനി ഇല്ലാത്തവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. പറ്റുന്നവർ മാക്സിമം അടുത്ത് തന്നെ റൂം ചൂസ് ചെയ്യാം.
പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ റൂമൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ നോക്കാം എത്ര കിലോമീറ്റർ അകത്താണ്, ഹറമിൻ്റെ തൊട്ടടുത്താണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി പാക്കേജിൽ വരുന്നവർ, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ, നിങ്ങൾ അവരോട് ചോദിക്കണം എത്ര കിലോമീറ്റർ അകത്താണ്, നമുക്ക് എപ്പോഴും നിസ്കരിക്കാൻ പോകാൻ പറ്റുമോ. കുറേ ദൂരമാണെങ്കിൽ 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ അപ്പുറത്താണെങ്കിൽ ജസ്റ്റ് ചോദിച്ചറിയണം കേട്ടോ. ചിലരൊക്കെ കുറേ ദൂരം അപ്പുറത്ത് റൂമൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ പറ്റിക്കപ്പെടേണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പക്ഷേ കുറേ പാക്കേജുകളൊക്കെ അടുത്ത് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ, തൊട്ടടുത്ത് തന്നെ, ഹറമിന് തൊട്ടടുത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ കുറ്റം പറയില്ല, എന്നാലും നമ്മൾ ഈ ഒരു വീഡിയോ ഗൈഡൻസ് ആവണം എന്നുള്ള രീതിയിൽ ആയതുകൊണ്ട് പറയുക കേട്ടോ. കുറേ ആൾക്കാർ അങ്ങനെ പറ്റിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ചോദിച്ചാൽ മതിയല്ലോ, എത്ര ദൂരം എത്ര അടുത്താണ്, കുറേ കിലോമീറ്റർ അപ്പുറത്താണോ, ബസ്സിൽ കുറേ പോകേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത്. ചില വയസ്സായവർക്കൊക്കെ, പ്രായമായവർക്കൊക്കെ നടക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ കുറേ നടന്ന് പിന്നെ ബസ് കയറി, അതൊക്കെ എപ്പോഴും പോസിബിൾ അല്ലല്ലോ. നമ്മൾ ഇവിടേക്ക് വരുന്നത് നമ്മൾ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വെറുതെ അത്രയും നമ്മൾ റൂമിലിരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പം അതൊന്ന് ചോദിച്ചറിയാം, പറ്റുന്നവർ ചോദിച്ചറിയാം കേട്ടോ. പിന്നെ ചായ, ഞാൻ പിന്നെ പാൽപ്പൊടി, പഞ്ചസാര, ചായപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ ഓക്കെയാണ്, പക്ഷെ നമ്മുടെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ പാൽപ്പൊടിയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഫ്ലാസ്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മയും ഇക്കാക്കൊക്കെ നമ്മുടെ നാടൻ ഇതൊക്കെ വേണം. ഇവിടുന്ന് പുറത്തത്തെ ചായയൊന്നും നമുക്കങ്ങോട്ട് വിചാരിച്ച പോലെ കിട്ടൂല. പിന്നെ അതാ റീനു ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കുകയാണ്. അപ്പം ബ്രഷും ടൂത്ത് പേസ്റ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ പിന്നെ നമ്മൾക്കൊരു ആങ്സൈറ്റി ആയിരിക്കും, എന്താണ് ഏതാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു ചിക്കൻ ഫ്രൈയും മഷ്റൂം ഫ്രൈയും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് തലേ ദിവസം വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം നമ്മളൊരു 2 മണി 3 മണിക്കൊക്കെ ഒന്നും കേടായിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചും ഒരുമിച്ചാണ് ഞങ്ങളിപ്പം ഹറമിൻ്റെ അവിടെ നിന്ന് പോയി കഴിച്ചത്. ലഞ്ചല്ല, ആ ഒരു സമയത്താണ് നമ്മൾ അവിടെ നിന്ന് ഇപ്പം കുബൂസ് കഴിച്ചെന്ന് പറഞ്ഞില്ലേ. പിന്നെ നമ്മളിവിടെ വന്നിട്ട് റൂമിൽ വന്നിട്ട് ഇതാ കുറച്ച് കഴിഞ്ഞപ്പം ഇത് കഴിച്ചു, ചായയും ആ ഒരു സ്നാക്കും ചിക്കനും കൂടി ഉള്ളതും മഷ്റൂമും കൂടി ഉള്ളത് കഴിച്ചു. എല്ലാവരും കൂടി ഇപ്പോൾ ഒരു റൂമിലാണുള്ളത്. ചായ കുടിക്കാൻ വേണ്ടിയിരുന്നതാണ്. പിന്നെ എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. തലേദിവസം ഉറക്കമൊഴിച്ചതല്ലേ, കാലുവേദനയൊക്കെ ആയിട്ട് എല്ലാവരും കിടപ്പിലാണ്. അപ്പോൾ ഞാനും മിക്കും മാത്രമാണ് ഹറമിലോട്ട് മഗ്‌രിബിന് ഇശയ്ക്കും കൂടിയായിട്ട് വന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പിന്നെ അധികം വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഫുള്ള് വയ്യാണ്ട കിടപ്പായിരുന്നു. എല്ലാവർക്കും കാലുവേദന, മുട്ടുവേദന ഒക്കെ ആയിട്ട് ക്ഷീണമൊക്കെ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ആഫ്റ്റർനൂൺ, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ബൊഫേ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ ലുഹറിന് മുമ്പാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. സുബിക്ക് ആരും പള്ളിയിൽ പോയിട്ടില്ല. സുബി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ റൂമിലിരുന്നാൽ തന്നെ നമ്മൾ ഹറമിൽ നിസ്കരിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും റൂമിൽ നിന്നാണ് നിസ്കരിച്ചത്. പിന്നെ ഉള്ളത് ഫുള്ള് ഹറമിലേക്ക് ഞാനും ഇക്കയും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ലുഹറിന് മുമ്പ് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് റൂഹിക്ക് എന്താ പറയുക, പാർക്കിൽ പോകണം എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ പറയുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അവൾ കിടന്ന് ഉറങ്ങിയല്ലേ നമ്മൾ വന്ന സമയത്തൊക്കെ, അപ്പം അധികമൊന്നും പുറത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, ഇവിടെ ജിമ്മിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് അത് പാർക്കാന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിക്കോ, അപ്പോൾ പാർക്കാവും. പാർക്ക് 1 പാർക്ക് 2 പാർക്ക്. ഇത് ഊഞ്ഞാലാന്ന് വിചാരിച്ചോ, അത് ഊഞ്ഞാലാക്കിക്കോ.
ആ റൂയ്ക്ക് വേണോ? ആ റൂയ്ക്ക് നിർത്തി കൊടുക്കി പപ്പ. അങ്ങനെ പാർക്ക് സെറ്റപ്പാക്കി, ജിം പാർക്ക്. സ്ലോല് കൊടുത്താൽ മതിയേ. നടക്ക് 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 നടക്ക്. ആ നടക്ക്. വാവ്, റൂയി പാർക്ക്. നോക്കട്ടെ, റൂയി ഹാപ്പി ആയാ? മതിയോ? കാലം എനിക്കിനി പറയണേ, നിൽക്കരുതേ, നിന്നാ വീഴൂ. റൂയിന് സ്ലൈഡ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. സ്ലൈഡ്. റെഡി, ഇത് നിർത്തൂല. റോസു കാല് വേനക്ക്, വെറുതെ നടക്കാനുള്ള കേട്ടോ. നോക്കട്ടെ റോസളൊന്ന്. അപ്പോൾ ഞങ്ങൾ ലുഹറിന് പോയ ശേഷം പിന്നെ വീണ്ടും റൂമിലോട്ട് വന്നു. പിന്നെ ഇത് അസറിന് പോയി. അസറിന് ഞാനും വയ്ക്കും റൂയും കൂടെ പോയത് കേട്ടോ. അതാ ഈ ഒരു മാറ്റ് കണ്ടോ, ആ മാറ്റ് എപ്പോഴും നമ്മൾ, അത് ഫോൾഡബിൾ മാറ്റാണ്, എന്താ പറയുക, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാറ്റാട്ടോ. അപ്പം എപ്പോഴും അങ്ങനത്തെ ഒരു മാറ്റ് നമ്മൾ യൂസ് ചെയ്യുക. എല്ലാവർക്കും ഓരോ മാറ്റുള്ളത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ അവിടുത്തെ ആ കാർപ്പറ്റിൽ ചെയ്യാണ്ടിരിക്കുക, കാരണം ഒരുപാട് ഇൻഫെക്ഷൻസ്, ഒരുപാട് അസുഖങ്ങൾ വരും. ഞങ്ങൾക്ക് തന്നെ മാസ്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ, ഞാൻ ഇടയ്ക്ക് മാത്രം മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാണ്ട് വന്നില്ല. പക്ഷേ ഉമ്മാക്കും റീനു, റോസു, ഇക്ക, റൂഹി എല്ലാവർക്കും എന്തോ ഒരു അസുഖം വന്നു. അത് എന്താ പറയുക, കോവിഡ് പോലെയല്ല, പക്ഷേ ഭയങ്കര ഒരാൾക്ക് മാറി ഒരാൾക്ക് വന്ന് അങ്ങനെ വരുന്നു. ഇപ്പോഴും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, കണ്ണിൽ എന്താ പറയുക, ചോപ്പ് വരിക, പിന്നെ കണ്ണ് വേദന ആവുക, മൊത്തം വേദന ആവുക, പിന്നെ ത്രോട്ട് പെയിൻ, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. അപ്പം ഓരോരുത്തരിലും മാറി മാറി അടുത്ത ആൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മാത്രമാണ് വരാഞ്ഞത്, ചെറുതായിട്ട് വന്നാണ് പോയത്. എനിക്ക് കണ്ണിൽ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മാസ്ക്, അതുപോലെ ഇങ്ങനെ പ്രയർ മാറ്റ്, അതൊക്കെ എപ്പോഴും കൂടെ കൊണ്ടുനടക്കുക. നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രയർ മാറ്റിൽ തന്നെ സുജൂദ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല സ്ഥലത്തുനിന്നും ആൾക്കാർ വരുന്നില്ലേ, അസുഖമുള്ളവരുണ്ടാവും, പല പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് വരുമ്പോഴൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന മാറ്റിൽ തന്നെ ഇരുത്താൻ നോക്കുക. പിന്നെ സൺഗ്ലാസ്, അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം തലവേദന വന്നിട്ടില്ല കേട്ടോ. അത് എനിക്ക് സാധാരണ ഭയങ്കര തലവേദന, മൈഗ്രെയിൻ്റെ ആളാണ്. പക്ഷേ ഈ സൺഗ്ലാസ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് പവർ ഉള്ള സൺഗ്ലാസ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ആ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് തലവേദന വരുന്നില്ല ഇപ്പോൾ കേട്ടോ. അപ്പം മൈഗ്രെയിൻ ഉള്ളവർ പവറുള്ള ഗ്ലാസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പവറുള്ള സൺഗ്ലാസ് യൂസ് ചെയ്യുക കേട്ടോ. നീ എന്താ റെഡിയായി നിൽക്കുന്നത്, നിസ്കരിക്കുന്നു? ഇവിടെ ഞാൻ നോക്കണം വിചാരിച്ചു. രാത്രിയിൽ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മളെ റൂം കാണും. ഇല്ല, നമ്മൾ ആ റൂഫിൽ പോയപ്പോൾ അവിടുന്ന് കാണൂല. അല്ല, ഇതാ ഏത്? ഇത് നമ്മളുടെ റൂമിന്റെ ഗ്ലാസ്. ഓ ഇത്.
അപ്പൊ അവിടുന്ന് പുറത്തുനിന്ന് ആൾക്കാർക്ക് കാണും. പുറത്തുനിന്നല്ല നമുക്ക് ലൈറ്റ് ഇട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു. രാത്രി കാണും. ഓയ് നിങ്ങൾ ഇതിൽ കൂടെ പോകണേ പള്ളിക്ക് കുത്താന ആ കുത്തി കുത്താന ആനവരമ്പത്തോ അതിൽ കൊടുക്കും. ഒരിക്കും പപ്പാന്റെ ഉമ്മക്കുള്ള നേരമുള്ളൂ. അഞ്ഞിവിടെ കുത്തി കുത്താനം വരമ്പത്തക്കരിക്കൽ കുത്തിത്രാവിന് കയ്യോ കാലച്ചിട്ടിക്കൊരു മൂടുക. റൂഹി വികൃതി ആവണൊക്ക. ഒന്നും വേണ്ടാത്തൊരു കുട്ടി. അത് വീടെടുക്കണോണ്ടാണ് ഒന്നും വേണ്ടാത്തത്. മറ്റാള് വീണ്. പപ്പാന് കുട്ടിയേട്ടാ, നീ പറഞ്ഞതൊക്കെ കേൾക്കുന്ന കുട്ടിയേട്ടാ. കളിച്ചോ. വേണ്ട പപ്പ വേണ്ട. നീ ഊയി കളിച്ചോ. റെഡി 1 2 3 സ്റ്റാർട്ട്. പപ്പയോട് കേട്ടോ. പപ്പാനോട് ഇത്ര ഇഷ്ടമുണ്ടായി. പപ്പാന്റെ കുട്ടിയാണ് ഇപ്പൊ ആ കാട്ടുന്നത്. മൂഗ പപ്പയോട് കേട്ടോ. അപ്പൊ ഊയിക്ക് പപ്പനെ ഇഷ്ടമല്ല. എന്നാ റോസിന്റെ കുട്ടിയായിക്കോട്ടെ പപ്പ. പപ്പനെ അടിക്കും ചെയ്യും. കണ്ട സൂപ്പർ മൂന്ന്. അതെന്തിനാ അടിച്ച കുട്ടികളൊന്നും പപ്പാനെ കെട്ടിപ്പിടിക്കാൻ പോണ്ട. ഹലോ പിന്നെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വ്ളോഗൊന്നുമല്ല. അപ്പോൾ എന്താ പറയുക, ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരും. വീഡിയോ വെറുതെ ഇരിക്കുമ്പം ഓർമ്മ വരും. അപ്പോൾ ജസ്റ്റ് എടുക്കുന്നതാണ് ഇതൊക്കെ. നമ്മളിപ്പം ഇവിടെ ഇബാദത്തെടുക്കാനല്ലേ വരുന്നത്. അപ്പോൾ ഫുൾ ടൈം നമ്മൾ അതിൻ്റെ പുറകെ നടക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് വെറുതെ ഇരിക്കൂലേ, ആ സമയത്ത് എടുക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. അപ്പം ഇതാ ഹറമിൻ്റെ മുകളിൽ ഉള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇത്. നമ്മളിങ്ങനെ മീൻസ് നമ്മൾ താഴെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഇതാ വീണ്ടും അടുത്ത പള്ളിയിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇക്കും റീനും വരുന്നുണ്ട്. റൂഹിയും റോസും ഉമ്മയും മാത്രമാണ് റൂമിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് കോഫി ഉണ്ടാക്കി കൊടുത്തതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കോഫിയും പിന്നെ ബ്രെഡും ജാമും. ഇത്തവണ റോസും ഉമ്മയും രണ്ടുപേരും ഉംറ, അതായത് തോഫും സയ്യും കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് അവർ റൂമിൽ കയറിയതാണ്. പിന്നെ അവർ പുറത്തിറങ്ങുന്ന മീൻസ് നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പോകാൻ നേരമാണ്. അതുവരെ റൂമിൽ തന്നെയായിരുന്നു നിസ്കാരമൊക്കെ കേട്ടോ. കാരണം ഉമ്മാക്ക് ആരെങ്കിലും നിർത്തണമല്ലോ. അപ്പോൾ അത് റോസിനെ നിർത്തി. ഉമ്മാക്ക് ഒട്ടും നടക്കാൻ വയ്യായിരുന്നു. വന്ന ഉംറ കഴിഞ്ഞ പാടെ തന്നെ കാലുകൊണ്ട് വയ്യാണ്ട് പിന്നെ പനിയൊക്കെ ആയിട്ട് ഫുള്ള് കിടപ്പിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ മഗ്‌രിബിനും ഇശക്കും കൂടി പോവാണ്. മഗ്‌രിബ് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും ഇശൻ്റെ സമയമാവും. അപ്പോൾ രണ്ടിനും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ റോസുവിന് വരണമെന്നുണ്ട്, പക്ഷേ എന്താ പറയുക, വരാൻ പറ്റൂലല്ലോ. അപ്പോൾ അതെങ്ങനെ പറയാ വിളിച്ചിട്ട്. Johnny. Yes, Papa. Eating sugar. No, Papa. Very nice. No, Papa. Open your mouth. ഹറമേക്ക് പിന്നെ എന്നിട്ട് എന്നിട്ട് Johnny. അല്ല എന്നിട്ട് എന്താ ചെയ്യാ? No, Papa. Daddy, let's. No, Papa.
അപ്പൊ തലയിൽ അടിച്ചു നോട്ടെ. റൂയിക്ക് ഷോളൊന്നും ഇട്ട് കൊടുക്കാത്തത് വേറൊന്നുമല്ല, തല വിങ്ങിയിട്ട് ഇനിയിപ്പം അത് വേറൊരു അസുഖം ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓൾറെഡി കണ്ണിന് ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് കണ്ണിന്, എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമാണ് തൊണ്ടവേദന, പനി, അതൊക്കെ ഭാഗമാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ മഗ്‌രിബും ഇശാവും കഴിഞ്ഞിട്ട് ഫുഡ് വാങ്ങിച്ച്, പിന്നെ റൂയിമോൾക്ക് ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ ശല്യപ്പെടുത്തുന്നു. അപ്പോൾ അവൾ എന്തോ ഒരു ടോയ് മനസ്സിൽ കണ്ടിട്ടുണ്ട്, അത് തന്നെ വേണം, വേറെ എന്ത് ടോയ് കാണിച്ചിട്ടും പറ്റുന്നില്ല. പിന്നെ അവൾ നല്ലപോലെ ആണെങ്കിൽ പിന്നെ നമ്മൾക്ക് എല്ലാത്തിനും നല്ലപോലെ എല്ലാ കർമ്മങ്ങളും നല്ലപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവളെ നന്നാക്കാൻ നോക്കുകയാണ്. പിന്നെ അപ്പം ജസ്റ്റ് പാത്രത്തിൻ്റെ കണ്ടപ്പോൾ നമ്മൾ പിന്നെ ലേഡീസ് എന്തിനാ വന്നതെന്ന് ചില സമയത്ത് മറന്നു പോകും. അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയാൽ അപ്പോൾ റീനു ആണ് വീഡിയോ എടുക്കുന്നത്. റീനു എന്ന് പറയുന്നുണ്ട് എന്തിനാ അപ്പോൾ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും വന്നത് റൂഹിക്ക് ടോയ്സ് നോക്കാനാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതാണ്. പിന്നെന്താ, അങ്ങനെ അവിടുന്ന് എന്തോ ഒരു ടോയ് വാങ്ങിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഐറ്റംസൊക്കെയാണ് അവൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ വിചാരിച്ച തന്നെ വേണേനും, അല്ലെങ്കിൽ വേറെ എന്ത് കൊടുത്താലും പറ്റില്ല. കുറേ നടന്നു കേട്ടോ അവളുടെ ഈ ഒരു ടോയിനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ഗ്രോസറി ഐറ്റംസും വാങ്ങിച്ചു. അങ്ങനെ റൂമിൽ പോയി. അപ്പോൾ എന്താ പറയുക, രാത്രിത്തെ ഫുഡ് ഇപ്പം കുബൂസല്ല, റൊട്ടിയും പിന്നെ മട്ടൻ കറിയും വെജിറ്റബിൾ കറിയും പിന്നെ 2 വെറൈറ്റി റൈസ്, മട്ടൻ ബിരിയാണിയും പിന്നെ എന്തോ ഒരു മന്തി ഐറ്റംസ്, അങ്ങനെ എല്ലാം കൂടി മിക്സ്ഡായിട്ട്. ദിശാന് ശേഷം കുറേ ആൾക്കാർ പോകുന്നതും വരുന്നതും ഒക്കെയാണ്. ചിലർ സുബഹി വരെ അവിടെ തന്നെ ഇരിക്കും. പിന്നെ ഇതാ സുബഹി നിസ്കാരത്തിനാണ് നമ്മൾ പോകുന്നത്. സുബഹിന് മുമ്പ് തഹജ്ജുദിൻ്റെ സമയത്ത് പോവാണ് കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഓതൊക്കെ ചെയ്യുക. റൂയിമോൾ കിടന്നുറങ്ങുക. അപ്പോൾ ഞാനും എനിക്ക് മാത്രമേ പോകുന്നുള്ളൂ. റീനുവിനെ റൂയിൻ്റെ അടുത്ത് കിടത്തി. അങ്ങനെ ഇപ്പോഴും ആ സമയത്ത് കണ്ടോ എത്രയോ ആൾക്കാർ വരുന്നുണ്ടോ. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നും. ഫുൾ ടൈം നിസ്കരിക്കുക, ഓതുക, എന്താ പറയുക, അങ്ങനെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ എത്ര നന്നാവും അല്ലേ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരിക്കലൊക്കെ നമുക്ക് ഉംറ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ഒന്ന് മൈൻഡൊന്ന് ക്ലിയർ ആവില്ലായിരുന്നോ. വേറൊന്നും നമ്മളെ മനസ്സിൽ വരുന്നില്ല. ഫുൾ ടൈം നിസ്കാരം, ഓതുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ആയിരിക്കും. അപ്പോൾ സുബഹീൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഈ വീൽ ചെയർ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ടൊരു സ്പേസ് ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ഞാൻ കയറിയിട്ടുള്ളത് കേട്ടോ. അപ്പം അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാനുള്ള സ്പേസ് കിട്ടി. അപ്പുറത്ത് തന്നെ ഇവിടെ ലേഡീസും അപ്പുറത്ത് ജെൻസും ഉണ്ട്. അപ്പം എനിക്ക് ഉക്കാക്കും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കാൻ പറ്റും. പിന്നെ ഫാമിലി ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നിസ്കരിക്കുന്ന സമയത്ത് മാത്രം മാറിയിരുന്നാൽ മതിയാവും. അപ്പം ഇപ്പം എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നല്ലൊരു ഭയങ്കര നല്ലൊരു എന്താ പറയുക, ഒരു റിലാക്സിങ്, ഒരു മൈൻഡ് റിഫ്രഷിങ് ഒരു സമയമായിരുന്നു അത്. സുബഹീൻ്റെ മുമ്പ് മുതൽ സുബഹി കഴിഞ്ഞിട്ട് ഉള്ള ഒരു സമയം വരെ. അങ്ങനെ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ ഇതുണ്ട്, ബുഫേ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് ഫസ്റ്റ് ഡേ പോയിട്ടുണ്ടായിരുന്നു, ഇവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്തൊരു ഞാൻ പറയില്ലേ കണ്ണിൻ്റെ ഒരു ഇൻഫെക്ഷൻ എല്ലാവർക്കും ഉണ്ടെന്ന്. എനിക്ക് ആ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പോയില്ല. അപ്പോഴേ അവരെല്ലാവരും പറഞ്ഞു നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതിപ്പോൾ 2ാമത്തെ ദിവസം ഇനിയിപ്പോൾ പോവാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഡേ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അവരും എനിക്കും മക്കളും ഉമ്മയും എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ബ്രെഡ് കഴിച്ചോളാം, കാരണം അന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാത്തതായപ്പോൾ പിന്നെ ഞാൻ ആ കണ്ണും കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മളെ ഹോട്ടലിൻ്റെ താഴെയുള്ള ഇതൊക്കെ കേട്ടോ, ആംബിയൻസാണ്. അപ്പോൾ എല്ലാവരും ഉറക്കത്തിലൊക്കെയാണ്. ഇനിയിപ്പോൾ എല്ലാവരും ഉണർത്തണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനുള്ളതല്ലേ. പോകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകും വേണം. പിന്നെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ ഓരോ കാഴ്ചകളും ഇതിൽ നമുക്കൊരു എന്താ പറയുക സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ഇതാണല്ലോ. പിന്നീട് എപ്പോഴെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരാൾക്കെങ്കിലും ഒന്നങ്ങോട്ട് പോയാൽ മതിയായിരുന്നു, പോകണമായിരുന്നു എന്ന്
തോന്നിയെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ എൻ്റെ ഉദ്ദേശം അതാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പോകാൻ തോന്നണം, എന്താ പറയുക, ഉംറ ചെയ്യാൻ തോന്നണം. ചെയ്യാൻ പറ്റാത്തവർ, ഇതുവരെ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ തോന്നണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് കേട്ടോ. നമ്മൾ 2 റൂമുകളാട്ടോ കാണിച്ചത്. ആ സമയത്ത് ഞാൻ വോയിസ് ഓവർ അത് കറക്റ്റ് പറയാൻ വിട്ടുപോയി. അങ്ങനെ നമ്മളെ ബൊഫേൻ്റെ ഏരിയ ആണ്. അപ്പം തലേദിവസം ഞാൻ പോവാത്തതുകൊണ്ട് തന്നെ മക്കളും ഒക്കെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് ഇങ്ങനെ കുറച്ച് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. കാരണം അവിടെ നമ്മൾ വീഡിയോ എടുക്കാനല്ലല്ലോ വരുന്നത്, പക്ഷേ എന്താ സംഭവം എന്നുള്ളത് അറിയണമല്ലോ നിങ്ങൾ. അപ്പോൾ അങ്ങനെ കാണിച്ചതേ ഉള്ളൂ. കുറേശ്ശെ എടുത്തിട്ടുണ്ട്, ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ. ഫുഡ് കഴിക്കാൻ വരുമ്പോഴൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് നടക്കുന്നത് ശരിയാവില്ലല്ലോ. അപ്പം ഉമ്മാനെയും റോഹിണിയും അവിടെ ഇരുത്തിയിട്ടുണ്ട് ഓരോ ടേബിളിൽ. റോസ് കണ്ടോ, കഴിഞ്ഞ ദിവസം വന്നുകൊണ്ട് തന്നെ അവൾക്ക് അറിയാം എന്തൊക്കെയുള്ളത് എന്നുള്ളത്. അവൾ ആദ്യം സ്വീറ്റാണ് നോക്കുന്നത്, ക്രസൻറ്റും പിന്നെ കപ്പ് കേക്കും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അവൾ എടുക്കുന്ന അതേപോലെ തന്നെ റോഹിക്കും വേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ അവിടെ കരച്ചിലാവും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. എല്ലാവർക്കും കുറേ സാധനങ്ങൾ എടുത്തില്ല. അപ്പോൾ എല്ലാം ഒന്ന് ടേബിളിൽ വെച്ചിട്ട് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. എല്ലാം ടേബിളിൽ വെച്ചിട്ട് പിന്നെ ആവശ്യത്തിന് എടുക്കാമെന്ന് വിചാരിച്ച്. ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം നമ്മൾ വെറുതെ കഴിക്കാണ്ട് അവിടെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ലല്ലോ. സാലഡൊക്കെ പിന്നെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാലഡും ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ, എത്ര വേണമെങ്കിലും കഴിക്കാം. പിന്നെ അതുപോലെ സൈഡ് ഡിപ്പുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ബൊഫേ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ല അടിപൊളി ഐറ്റംസാണ്. പിന്നെ ചീസിന് സ്ലൈസുകളും മോട്ടഡെല്ല വെറൈറ്റീസൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെയാണല്ലോ മക്കൾക്ക് കുറേ ഇഷ്ടമുണ്ടാവുക. പിന്നെ ചായ കോഫിയൊക്കെ ഉണ്ട്. പിന്നെ ജ്യൂസ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ബോയിൽഡ് മാഷ്ഡ് പൊട്ടാറ്റോ, പിന്നെ മഷ്റൂം സോട്ട് ചെയ്തത്, പിന്നെ ബോയിൽഡ് എഗ്ഗിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. സോസേജ്, ബീഫിൻ്റെ സോസേജ്, പിന്നെ അതങ്ങനെ കുറേ ഐറ്റംസ്. പേരുകളൊന്നും എനിക്ക് കറക്റ്റ് പറയാൻ കിട്ടുന്നുമില്ല, ചിലതൊക്കെ വിട്ടു പോകുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ മട്ടൻ പായ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഇക്കാണ് എടുത്തത്. അവർ പിന്നെ തലേദിവസം വന്നുകൊണ്ട് തന്നെ അവർക്ക് അറിയാം എവിടേക്ക് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് ഇറക്കുന്നതുകൊണ്ട് തന്നെ ഞാനതൊക്കെ വിട്ടുപോയിരുന്നു. ചിക്കൻ കറി, പൊറോട്ട പോലത്തെ ഒരു സംഭവം. പിന്നെ ബോയിൽഡ് എഗ് ഉണ്ട്. ബോയിൽഡ് എഗ് ഞാൻ പിന്നെ എടുത്തില്ല, വെറുതെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ നമ്മൾ. ഇവിടെ തന്നെ കഴിക്കണം കേട്ടോ. പിന്നെ അപ്പം ഓംലെറ്റ് അവർ ഫ്രഷായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. നമ്മൾ എല്ലാവർക്കും കൂടി ഓരോ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, അങ്ങനെ ഒരുപാട് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതൊക്കെ പായ എടുത്തിട്ടുണ്ടായിരുന്നു, മട്ടൻ പായൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. പൊറോട്ടയും മട്ടൻ പായയും അതാണ് പിന്നെ മെയിൻ ഡിഷ്. പിന്നെ ചിക്കൻ്റെ ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ പോലെ ദാലിൻ്റെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ നമ്മൾക്കൊരു സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് കാണിക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പോകുമ്പോഴിതൊക്കെ കണ്ടിട്ട് പോകാൻ തോന്നണം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഫുഡിൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ടാവും. അപ്പം വേറെ ഒന്നും വിചാരിക്കരുത്. വേറെ വിചാരിക്കാനല്ല, ഫുഡ് ഇങ്ങനെ കാണിക്കണം എന്താ എന്നൊക്കെ വിചാരിക്കേണ്ട. നമ്മളുടെ ആ ഓരോ മൊമെൻറ്റ്സും നമുക്ക് എന്താ പറയുക, വീണ്ടും കാണുമ്പോൾ രസമല്ലേ. അപ്പം ഞാൻ 2 ഓംലെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, 1 റീനൊന്നും കൂടി. അപ്പോൾ അതൊന്ന് കൊടുക്കുകയാണ്. പിന്നെ മാക്സിമം നമ്മൾ വേസ്റ്റ് ആക്കാണ്ട് മാക്സിമം കഴിച്ചിട്ടുണ്ട്. അതിൽ റോസുവിൻ്റെ കുറച്ച് ക്രൊസൻറ്റും റൂഹിക്ക് കൊടുക്കുന്ന കുറച്ച് ക്രൊസൻറ്റൊക്കെയാണ് വേസ്റ്റ് ആയത്. അത് പിന്നെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾ. ഈ റൂഹിക്ക് അന്ന് ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ട് റൂഹി ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ അന്നത്തെ ദിവസം ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഡേ, അതായത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തത് നമ്മൾ തോഫ് അൽവിദ അല്ലേ, വിടവാങ്ങൽ തോഫ്, അതിനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം അതും ഞാനും എക്കും റീനും മാത്രമേ ചെയ്തിട്ടുള്ളൂ. റോസുവിനെയും ഉമ്മാനും റൂമിലിരുത്തി. ഉമ്മാക്ക് ഞാൻ പറഞ്ഞല്ലോ നടക്കാൻ വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനായിട്ട് ഇറങ്ങിയപ്പം മഗ്‌രിബിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ സമയത്ത് നമുക്ക് തോഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഅബയുടെ തൊട്ടടുത്ത് നിസ്കരിക്കാനുള്ള ഒരു അവസരം കിട്ടി കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ തോഫിൻ്റെ ഇതിലോട്ട് ഇറങ്ങിയത് കൊണ്ട് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര, ഞങ്ങൾക്ക് ഇനി കഅബ കാണാൻ പറ്റും, കാരണം കഅബ കാണുന്ന സമയത്ത് നമ്മൾ ഉംറയിലായിരുന്നല്ലോ.
ഉംറ കർമ്മത്തിലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കഅബ കാണാൻ പറ്റുമെന്നുള്ളൊക്കെ ഇതിലായിരുന്നു. കാരണം തവാഫ് ചെയ്യുന്ന വേറൊരു സെക്ഷനിലും ഞങ്ങൾ താമസിക്കുന്നത് വേറൊരു ഭാഗത്താണ് ഹറമിൻ്റെ. അപ്പോൾ എപ്പോഴും നമുക്ക് തവാഫിൻ്റെ ആ ഭാഗത്തേക്ക് കാണാൻ പറ്റണം എന്നില്ല. അങ്ങനെ ഞങ്ങളിതാ പിന്നെ തവാഫൊക്കെ കഴിഞ്ഞ് വിടവാങ്ങൽ തവാഫൊക്കെ കഴിഞ്ഞ് യാത്ര പറഞ്ഞ് പോവാണ്. ഞങ്ങൾ പിന്നെ തലേന്ന് രാത്രി തന്നെ വിടവാങ്ങൽ തവാഫ് കഴിഞ്ഞിട്ട് പിന്നെ സുബഹി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം സുബഹിക്ക് ഞങ്ങൾ വിടവാങ്ങൽ തവാഫിന് വരുവാണെങ്കിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് രാത്രിയിൽ ചെയ്തിട്ട് പിന്നെ സുബഹി നമ്മൾ റൂമിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഇറങ്ങി. പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു ടാക്സി. അപ്പം ഒരു 10-12 ആളുകളൊക്കെ ആയിട്ട് വരുന്നവർക്ക് 2 ടാക്സി ഒന്നും വിളിക്കാണ്ട് ഒരൊറ്റ ടാക്സി വിളിക്കാം. അപ്പോൾ അതിൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. 2 ആൾക്കാരുടെ നമ്പർ ഉണ്ട് കേട്ടോ. നല്ല ആൾക്കാരാണ്. അപ്പോൾ ജിദ്ദ എയർപോർട്ടിൽ വന്നിട്ട് എയർപോർട്ട് പിക്കപ്പൊക്കെ ആണെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ മതിയാവും അവരോട് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്, കുറേ ആൾക്കാർക്ക് ഇരിക്കാനും ലഗേജ് വെക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും സൗകര്യമുള്ള വണ്ടി എപ്പോഴും കാണാൻ കിട്ടണമെന്നില്ല. അപ്പോൾ ടാക്സി നമ്മൾ എടുക്കുന്ന സമയത്ത് അതിലെല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്പേസ് കിട്ടില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ളത് നമ്മൾ നമ്പർ കൊടുക്കുക തന്നെ വേണ്ടി വരും. ഇതാണ് ഐഷ പള്ളി കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിലായിരുന്നു. അപ്പം അതായത് ഒരു ഉംറ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഉംറ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഐഷ പള്ളിയിൽ വന്നിട്ട് വേണം ഇഹ്റാം കെട്ടാൻ കേട്ടോ. അപ്പം അവിടെ ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ തിരക്കാണ്. കണ്ടോ, ഞാനിതുവരെ പോയിട്ടില്ല ഐഷ പള്ളിയിൽ. നമുക്ക് പോകാൻ പറ്റാത്ത മീൻസ് നമ്മൾ ഈ പാക്കേജിലല്ലാത്തതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ എപ്പോഴും. ഇതാണ് കേട്ടോ ഐഷ പള്ളി. ഈ കാണുന്നതാണ് പള്ളി. അതുപോലെ പോകുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യയുടെ ഖബറും കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. മൈമൂന എന്ന് പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ ഖബർ. ഇതാ ഇവിടെയാണ് ഖബർ വരുന്നത്, റോഡ് സൈഡിൽ തന്നെയാണ്. അതങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ച സ്ഥലത്ത് തന്നെ ഖബറടക്കണം എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു, നമ്മളെ ഡ്രൈവർ പറഞ്ഞെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് ഖബറടക്കിയിട്ടുള്ളത്. റോഡ് സൈഡിലാണ്, അവരുടെ മാത്രം സെപ്പറേറ്റാന്നൊക്കെ പറഞ്ഞു. അവിടെ പോകുന്ന വഴിയിൽ കണ്ടതാണ്. എന്തോ തീപിടുത്തം നടന്നതാണ്. നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ, നല്ല പുകയുണ്ടായിരുന്നു. എടുത്തോളൂ എല്ലാവർക്കും. ചെറിയ കാലുവേദന ഉണ്ട്. ഉറങ്ങിയിട്ടില്ലെങ്കിലാരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. റിസപ്പ് ഉറങ്ങിയിട്ടെന്ന് തോന്നുന്നു. റിസക്ക് പനി. റിസ് ഉറങ്ങിയിട്ടില്ല. പനി എങ്ങനെയുണ്ട്? ഓക്കെ. സോ ചീസ് ഉമ്മ വിളിക്കേണ്ടതാണ്. ഉമ്മ വിളിച്ച ഉമ്മ വിളി കേട്ടോ. താത്ത ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്. തുടങ്ങി. റൂഹി പപ്പനെ സോപ്പിങ് തുടങ്ങി. റൂഹിക്ക് എന്താ വേണ്ടിയത്? പിന്നെ കപ്പ് വേണോ? പിന്നെ പിപ്പോ ചോക്ലേറ്റ്. പിന്നെ ഡയറി മിൽക്ക് ചോക്ലേറ്റാ? ഹായ് റൂഹി. ഹായ് റൂഹി. ഉമ്മാൻ്റെ കുട്ടിയാണോ പപ്പാൻ്റെ കുട്ടിയാണോ? ആലോചിക്കാനുള്ള സമയം കൂടി കൊടുക്കില്ല. ആലോചിക്കാനുള്ള സമയമെങ്കിലും കൊടുക്കുക. ഉമ്മ വാങ്ങിച്ചിട്ടില്ല? അതൊരു സമാധാനം ഉണ്ടാവല്ലോ പറയാനല്ലേ. പള്ളിയാ? അങ്ങനെ ഞങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. 1.5 മണിക്കൂറെങ്ങാനും യാത്ര ഉണ്ട് കേട്ടോ. പിന്നെ സംസം വെള്ളം അത് നമുക്ക് നമ്മൾ തന്നെ ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മൾ സംസം വെള്ളം വാങ്ങിക്കുന്ന ഒരു കൗണ്ടറുണ്ട്. അവിടെ നിന്ന് അവർ പാക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കൗണ്ടർ. ഇവിടെ നിന്ന് നമ്മൾ ഒരാൾക്ക് ഒരു ക്യാന്, ആ ക്യാന് 2.5 ലിറ്റർ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല.
അപ്പോൾ അവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണം. അല്ലാണ്ട് നമ്മൾ കയ്യിൽ ബോട്ടിൽ പിടിച്ചിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ബോട്ടിൽ അങ്ങനെ ആക്കിയിട്ട് ഇവിടുന്ന് നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്ത് കൗണ്ടർ ഉണ്ടാവും, അവിടുന്ന് വാങ്ങിക്കണം. ഞങ്ങൾ പിന്നെ വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ ഓൾറെഡി മുമ്പ് വാങ്ങിച്ചത് അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സംസം വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇത്തവണ ഹാൻഡ് ബാഗേജ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ ട്രാവലിംഗ് നല്ല എളുപ്പമായിരുന്നു. എല്ലാവർക്കും വയ്യായികളുള്ളവരാണ് കൂടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ബാഗും ഇതൊക്കെ ആകുമ്പോൾ എങ്ങനെയായാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ മക്കത്തോട് വിട പറഞ്ഞിട്ട് ഞങ്ങളിതാ നാട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡാണ് കഴിച്ചത്. ലഞ്ചിൻ്റെ സമയമായും ചെയ്തത്. അപ്പോൾ രണ്ടിനും കൂടി ഉള്ളത് നമ്മളിതാ അൽബേക്ക് കഴിക്കണം. എയർപോർട്ടിൽ പിന്നെ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഉമ്മാക്ക് പിന്നെ എന്താ പറയുക, ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ അൽബേക്കിൽ പോയപ്പം അവിടെ ബീഫിൻ്റെ ഫിഷിൻ്റെ ഒന്നുമില്ല. പിന്നെ നമ്മൾ വേറെ എവിടുന്നോ എന്തോ ഒരു ബീഫിൻ്റെ ബർഗർ വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇതിനകത്ത് തന്നെ കേട്ടോ, എയർപോർട്ടിനകത്ത് തന്നെ ബർഗർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇതിനകത്ത്. ശരിക്കും ഇവിടുന്ന് പോകുമ്പോൾ ഇനി എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുക എന്നുള്ളൊരു ചിന്തയാണ്. എല്ലാ പ്രാവശ്യവും ഇതുതന്നെയായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ ഓരോ തവണ നമ്മൾ പോകുമ്പോഴും ആ ഒരു വിഷമത്തോടെ പോകുമ്പോഴും തിരിച്ച് പെട്ടെന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഇനിയും വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇതാ അൽബൈക്കോ കഴിച്ചു. ഞങ്ങൾ ഇതാ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ UAE എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. പിന്നെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. മരുന്നൊക്കെ കുടിച്ച് പോവല്ലേ, യാത്ര ചെയ്യല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ ഉംറ വിശേഷങ്ങൾ, ഒരു 3 ദിവസത്തെ വിശേഷങ്ങൾ ഒരുമിച്ച് ഒറ്റ വ്ളോഗിലാണ് കൊടുത്തിട്ടുള്ളത്. കുറേശ്ശെ കൊടുത്തിട്ടുള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസിൽ ചോദിക്കാം. എനിക്ക് അറിയുന്നതാണെങ്കിൽ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാ കേട്ടോ. അപ്പോൾ നമ്മൾ ഷാർജ എയർപോർട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. നേരെ നമ്മൾ ഉമ്മൽക്കുയിലിട്ട് പോവാണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.